ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വേൾഡ്. ടീച്ചേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെം ഇംഗ്ലീഷിലെ അപ്രിഷിയേറ്റിംഗ് ഫിക്ഷൻ എന്ന് പറയുന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഷോർട്ട് ഫിക്ഷൻ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ഫിക്ഷനിലെ ഫസ്റ്റ് ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വാച്ച് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരാട്ടോ. Okay, now we are going to discuss about the short fiction Her Lover. It is written by Maxim Gorky. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹർ ലവർ എന്ന ഷോർട്ട് ഫിക്ഷൻ ആണ്. അത് എഴുതിയിട്ടുള്ളത് മാക്സിം ഗോക്കിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി ഓഥർ മാക്സിം ഗോക്കി. Maxim Gorky is the pseudonym of Alexei Maximovich Peshkov. He is one of the most prominent Russian writers. He was born into a poor family. His father died when Gorky was just 4 years old. Then he was brought to his maternal grandparents. When his mother remarried, the grandparents had to look after him. His grandfather was a cruel man and he stopped Gorky from going to school and sent him to work when he was just 8. Gorky did variety of jobs including that of dishwasher on a Volga ship where he was introduced to the world of books by a cook. His employers mistreated him, not giving him enough food or decent clothing. He suffered a lot. It was the bitterness he suffered in his childhood that made him choose the word Gorky as his pseudonym. Gorky means bitter in Russian. ഓക്കെ, ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓഥറിനെ കുറിച്ചാണ്. അലക്സൈ മാക്സിമോവിച്ച് പെഷ്കോവ് എന്ന ആളുടെ സ്യൂഡനം അല്ലെങ്കിൽ തൂലികാനാമമാണ് മാക്സിം ഗോക്കി എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും വലിയ റഷ്യൻ എഴുത്തുകാരിൽ ഒരാളായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഗോക്കിക്ക് 4 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ മരിക്കുന്നുണ്ട്. പിന്നീട് ഗോക്കിയെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഗോക്കിയുടെ അമ്മ വീണ്ടും കല്യാണം കഴിച്ച സമയത്ത് അവനെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അവൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ്. ഗോക്കിയുടെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര ക്രൂരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോക്കിക്ക് 8 വയസ്സുള്ള സമയത്ത് സ്കൂളിൽ വിടാതെ അയാൾ അവനെ ജോലി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൻ്റെ ചെറുപ്പത്തിൽ ഗോക്കി പലതരം ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വോൾഗ ഷിപ്പിൽ അദ്ദേഹം പാത്രം കഴുകുന്ന ജോലിയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷിപ്പിലെ കുക്കാണ് ഗോക്കിയെ പുസ്തകങ്ങളുമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവൻ്റെ എംപ്ലോയേഴ്സ് ശരിയായ ആഹാരം കൊടുക്കാതെയും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കൊടുക്കാതെയൊക്കെ അവനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ദുരിതപൂർണമായിട്ടുള്ള ജീവിതം ചെറുപ്പത്തിൽ തന്നെ നയിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഗോക്കി എന്ന ഒരു സ്യൂഡനം അദ്ദേഹം തിരഞ്ഞെടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ റഷ്യൻ ഭാഷയിൽ ഗോക്കി എന്നാൽ കഴിക്കുന്നത് അല്ലെങ്കിൽ ബിറ്റർനെസ് എന്നാണ് അർത്ഥമാക്കുന്നത്. At the time of his death, Gorky was the top literary figure in Russia. He became the first president of Soviet Writers Union in 1934. He was nominated 5 times for the Nobel Prize. He was a prolific writer and he wrote short stories, plays, novels, poetry and autobiographies. His most important works are The Lower Depths, The Mother, My Childhood, In the World, My Universities, 3 of Them, Summer Fog, Children of the Sun, Creatures That Once Were Men, The Life of a Useless Man and A Confession. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് തൻ്റെ മരണസമയത്ത് ഗോക്കി ആയിരുന്നു റഷ്യയിലെ ടോപ്പ് ലിറ്റററി ഫിഗർ എന്നുള്ളത്. 1934 അദ്ദേഹം സോവിയറ്റ് റൈറ്റേഴ്സ് യൂണിയൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു. 5 പ്രാവശ്യം അദ്ദേഹത്തിന് നൊബേൽ സമ്മാനത്തിനുള്ള നോമിനേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം എഴുതുമായിരുന്നു. ഷോർട്ട് സ്റ്റോറീസ്, പ്ലേസ്, നോവൽസ്, പോയട്രി, ഓട്ടോബയോഗ്രഫീസ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് ദ ലോവർ ഡെപ്സ്, ദ മദർ, മൈ ചൈൽഡ്ഹുഡ്, ഇൻ ദ വേൾഡ്, മൈ യൂണിവേഴ്സിറ്റീസ്, 3 of them, Summer Fog, Children of the Sun, Creatures That Once Were Men, The Life of a Useless Man and A Confession. ഇത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. Okay, let us move on to the short story Her Lover. The narrator told the author about the time when he was a student in Moscow. He lived alongside a lady called Teresa, a Pole. The narrator described her as a tallish, powerfully built brunette with black bushy eyebrows and a large coarse face as if carved out by a hatchet. The narrator said her reputation was questionable. He avoided meeting her on the staircase. When they sometimes met in the yard, she would smile which seemed to the narrator sly and cynical. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നറേറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹം മോസ്കോയിൽ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത്
നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മോസ്കോയിൽ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നൈബറായിട്ടുണ്ടായിരുന്ന ടെരേസ എന്ന പേരുള്ള ഒരു പോളണ്ടുകാരിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൾ നല്ല പൊക്കമുള്ള അതുപോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ഇരുണ്ട നിറമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് ബ്ലാക്കിഷ് ബുഷി ഐബ്രോസ് ആയിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അതായത് വളരെ കറുത്ത നിബിഡമായിട്ടുള്ള പുരികങ്ങളുള്ള അവളുടെ മുഖം കോടാലി കൊണ്ട് വെട്ടിയെടുത്ത പോലെ പരുക്കനായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവൾക്ക് ഒരുപാട് പേരുദോഷം ഉണ്ടായിരുന്നു. അവൾ ആ ഒരു സമയത്ത് സ്റ്റെയർ കേസിൽ കാണുന്ന സമയത്ത് കണ്ടുമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ മുറ്റത്ത് വെച്ചൊക്കെ അവർ വളരെ യാദൃശ്ചികമായിട്ടൊക്കെ കാണാറുണ്ടെങ്കിലും അവൾ ഇയാളെ നോക്കി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിനെ നോക്കി ചിരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചിരിയിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് കണ്ടത് ഒരുപാട് ദുരർത്ഥങ്ങളായിരുന്നു. One morning, Teresa asked for a favor to write a letter to a young man who lived in her home country, Poland. My dear Balls, my darling, she started to dictate. She finished her letter with the phrase, "Your sorrowing little dove, Teresa." The narrator nearly burst out laughing hearing this from the woman who was more than 5 feet high. He asked, "Who is this, Balls?" "My young man," she answered. "Young man? Why are you so surprised, sir? Cannot I, a girl, have a young man?" Okay. ഒരു ദിവസം ടെരേസ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ റൂമിൽ വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ നാടായിട്ടുള്ള പോളണ്ടിലുള്ള ഒരു യങ് മാനിന് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന് അവൾക്കൊരു ലെറ്റർ എഴുതണമായിരുന്നു. എന്നാൽ അവൾക്ക് ലെറ്റർ എഴുതാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ആ ഒരു ലെറ്റർ എഴുതിക്കാനായിരുന്നു അവൾ ആ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവൾ എഴുതാനുള്ള ഉള്ളടക്കം അവർക്ക് പറഞ്ഞു കൊടുത്തു. തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു, "മൈ ഡിയർ ബോൾസ്, മൈ ഡാർലിംഗ്" എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, "യുവർ സോറോയിങ് ലിറ്റിൽ ഡവ് ടെരേസ." നിന്റെ സങ്കടപ്പെട്ടിരിക്കുന്ന കൊച്ചുപ്രാവ് ടെരേസ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ലെറ്റർ അവർ അവസാനിപ്പിച്ചത്. എന്നാൽ ഇത്രയും പൊക്കമുള്ള ഒരു പെണ്ണ് തന്നെ ലിറ്റിൽ ഡവ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ട സമയത്ത് നമ്മുടെ സ്റ്റുഡൻറ്റിന് ചിരി അടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ചോദിച്ചു, "ആരാണ് ഈ ബോൾസ് എന്ന്?" എന്നാൽ അവൾ ഉത്തരം പറഞ്ഞത്, "മൈ യങ് മാൻ, എൻ്റെ ചെറുപ്പക്കാരൻ" എന്നായിരുന്നു. പക്ഷേ ഇത് കേട്ട സമയത്ത് നമ്മുടെ യങ് മാനിന് വളരെയധികം അത്ഭുതവും അതുപോലെ തന്നെ വളരെയധികം സംശയത്തോടു കൂടെ അവർ വീണ്ടും ചോദിച്ചു, "യങ് മാൻ, ഏത് ചെറുപ്പക്കാരൻ?" എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, "എന്താ നിങ്ങൾക്ക് ഇത്ര അത്ഭുതം? ഒരു പെൺകുട്ടിയായിട്ടുള്ള എനിക്ക് ഒരു ചെറുപ്പക്കാരനെ സ്നേഹിക്കാൻ പാടില്ലേ?" എന്ന് നമ്മുടെ ടെരേസ സ്റ്റുഡൻറ്റിനോട് ചോദിക്കാനുണ്ടായത്. Then next time Teresa asked the narrator to write a letter again to Balls. He asked, "No, this time it is from him. The letter is to be as if he is replying to Teresa." The narrator was more than surprised. He thought she was trying to trick him into some sort of relations. He got angry and asked her to go away. She went away sad and shaken. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ദിവസം നമ്മുടെ ടെരേസ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ലെറ്റർ കൂടി എഴുതാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, "ബോൾസിനാണോ?" എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, "അല്ല, അവനിൽ നിന്നുമാണ് ലെറ്റർ" എന്നായിരുന്നു അവളുടെ റിപ്ലൈ. അതായത് നമ്മുടെ ടെരേസയ്ക്ക് ബോൾസ് എഴുതുന്നത് പോലെ ഒരു റിപ്ലൈ ആയിരിക്കണം എന്നാണ് അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് കേട്ട സമയത്ത് വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റുഡൻറ്റ് വളരെയധികം സർപ്രൈസ്ഡ് ആവുകയാണ് അല്ലെങ്കിൽ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ കരുതിയിട്ടുണ്ടായിരുന്നത് താനുമായിട്ടൊരു റിലേഷൻ സ്ഥാപിച്ചെടുക്കാനാണ് അവൾ ശ്രമിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവന് ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. അവൻ അവളോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കേട്ട് നമ്മുടെ ടെരേസ വിറച്ചുകൊണ്ടും സങ്കടത്തോടും കൂടെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. Then the student now feels sorry for being so rude to her. He goes to her apartment. She admits that there is no balls. She had taken the letter written to him to somebody else and made him read it for her. She felt happy because she thought there was somebody out there whom she could love. Now she wanted a reply from that somebody. When reading that reply, she would feel that somebody is also loving her and thinking of her. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻറ്റിന് തെരേസയോട് അങ്ങനെ റൂഡായിട്ട് പെരുമാറിയതിൽ വളരെയധികം പശ്ചാത്താപം തോന്നുകയാണ് ചെയ്യുന്നത്. അവൻ അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ തെരേസ പറയുന്നുണ്ട് ബോൾസ് എന്ന് പറയുന്ന ഒരാളില്ല എന്ന്. ബോൾസിന് എന്ന് പറഞ്ഞ് അവൾ എഴുതിച്ച കത്ത് അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ വേറൊരാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അവൾ വായിച്ച് കേൾക്കുകയാണ് ചെയ്യാറുള്ളത്. അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് കേട്ട സമയത്ത് അവൾക്ക് വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുകയാണ്. അവൾക്ക് സ്നേഹിക്കാൻ അങ്ങ് ദൂരെ ആണെങ്കിലും ഭാവനയിലാണെങ്കിലും ഒരാളുണ്ടല്ലോ എന്ന് ചിന്തിച്ചായിരുന്നു അവളുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്.
ഇനി അവൾക്കൊരു ഭാവന കാമുകനിൽ നിന്ന് ഒരു മറുപടിയാണ് അല്ലെങ്കിൽ ഒരു റിപ്ലൈ ആണ് വേണ്ടിയിരുന്നത്. ആ ഒരു റിപ്ലൈ വായിച്ചു കേൾക്കുമ്പോൾ അവൾക്ക് തോന്നും അവളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ അവളെ ഓർമ്മിക്കാനും ലോകത്തിൻ്റെ മറ്റൊരു കോണിലായാലും ഒരാളുണ്ടല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവൾക്ക് ഏറെ സന്തോഷം നൽകുന്നതായിരിക്കും. Okay, now the narrator understood why she wanted the letters. Alongside him lived a human creature who had nobody in the world to treat her kindly, affectionately, and this human being had invented a friend for herself. Since that time, the narrator wrote a letter twice a week to Balls and an answer from Balls to Teresa. In gratitude, Teresa mended the socks, shirts, and other articles of clothing of the student. But this continued only for 3 months. For some reason, she was sent to prison. The narrator thinks by now she is dead. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റിന് ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ടെരേസ ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് എഴുതിക്കുന്നതെന്ന്. അവൻ്റെ അടുത്ത് ഒരു ഹ്യൂമൻ ക്രിയേച്ചർ അല്ലെങ്കിൽ മനുഷ്യജീവി ആരും സ്നേഹിക്കാനില്ലാതെ ആരാലും സ്നേഹിക്കപ്പെടാതെ കഴിയുന്നുണ്ട്. അപ്പോൾ അവൾ സ്വന്തമായിട്ട് ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുതൽ നമ്മുടെ സ്റ്റുഡൻറ്റ് ഓരോ ആഴ്ചയിലും 2 ലെറ്റേഴ്സ് വീതം അവൾക്ക് എഴുതി കൊടുക്കുമായിരുന്നു. ഒന്ന് അവൾ ബോൾസിന് അയക്കുന്നത്, അതുപോലെ തന്നെ രണ്ടാമത്തേത് ബോൾസ് അവൾക്ക് അയക്കുന്ന ഒരു റിപ്ലൈ ആയിട്ടായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ ആ ഒരു നന്ദി കാണിക്കാനായിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റിന് സോക്സും ഷർട്ടും മറ്റ് ഡ്രസ്സുകളൊക്കെ കീറുമ്പോഴൊക്കെ അവൾ തുന്നിക്കൊടുക്കാറായിരുന്നു പതിവുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ലെറ്റേഴ്സ് അവൻ അയച്ചിരുന്നത് വെറും 3 മാസം മാത്രമായിരുന്നു. അത്ര മാത്രമേ അത് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു കുറ്റം ചാർത്തിയിട്ട് അവളെ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. അവൾ മരിച്ചു പോയി കാണുമെന്ന് നമ്മുടെ വിദ്യാർത്ഥി പിന്നീട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. In her stories, Gorky portrayed the hard life of the social outcast. In her lover, Gorky questions the attitude of the government and the public towards the fallen class. He shows how prejudice and self-sufficiency can lead to spiritual and moral decay in social life. Gorky himself had experienced the hard realities of life, and he endorsed Teresa with the romantic energy to enable her to escape from the harsh realities of life. The imaginary lover helps her to hold on to life and overcome its trials and tribulations. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് തൻ്റെ സ്റ്റോറീസിൽ ഗോക്കി സൊസൈറ്റിയിലെ പുറന്തള്ളപ്പെട്ടവരുടെ ദുരിതം പിടിച്ച ജീവിതങ്ങളെ വരച്ച് കാണിക്കുന്നുണ്ടെന്നാണ്. ഹർ ലവോ എന്ന ആ ഒരു സ്റ്റോറിയിൽ ഗോക്കി ഫോളൻ ക്ലാസ് എന്ന ഒരു മുദ്ര ചാർത്തി കൊടുക്കുന്നവരോട് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പബ്ലിക്കിനും പൊതുജനങ്ങൾക്കുമുള്ള ഒരു നിലപാട് ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. മുൻവിധിയും ഞങ്ങൾക്ക് വേറെ ആരെയും വേണ്ട എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും ഒക്കെ ആക്ച്വലി എങ്ങനെ നമ്മുടെ സൊസൈറ്റിയെ വളരെ സ്പിരിച്വലായിട്ടും മോറലായിട്ടും ഒക്കെ നശിപ്പിക്കുക എന്ന് നമ്മുടെ ഗോക്കി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഗോക്കി തൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അനാഥത്വവും ദാരിദ്ര്യത്തിൻ്റെ ദുരിതമൊക്കെ പേറിയിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ തെരേസയെ വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ജീവിതത്തെ എങ്ങനെ നേരിടണം എന്ന് അവൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവളുടെ ആ ഒരു ഭാവനയിലുള്ള അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഇമാജിനേഷനിലുള്ള ആ ഒരു ലവർ അവളെ ദുരിതങ്ങൾ മറികടക്കാനും അതുപോലെ തന്നെ ജീവിതത്തെ മുറുകെ പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഹർ ലവർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.